ഹലോ, എല്ലാവർക്കും നമസ്കാരം. തൊഴിലാളിക്കൊരു കൈത്താങ്ങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേക്കൻസികൾ വളരെ കുറവാണ് നോമ്പ് ആയതുകൊണ്ട്. കാരണം മുസ്ലിങ്ങൾ ഹോട്ടൽ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വളരെ കുറഞ്ഞ ഹോട്ടലുകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചിലതുണ്ടാവും. പക്ഷേ എങ്കിലും കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഈ മാസം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ പൈസ കൊടുത്ത് ഒരു ജോലിക്കും പോകരുത്. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും പോകരുത്. അതുപോലെ തന്നെ വേക്കൻസി വിളിച്ച് ചോദിക്കുമ്പോൾ റെക്കോർഡിംഗ് ഇട്ട് വിളിക്കുക. റെക്കോർഡിംഗ് ഇട്ട് വിളിച്ചതിന് ശേഷം ഡെയിലി സാലറി വേണം. പിന്നെ ശമ്പളം എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശമ്പളം ഉണ്ടോ തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പോവുക. ആ റെക്കോർഡിംഗ് നിങ്ങളവിടെ സൂക്ഷിക്കുക. എന്നതിന് ശേഷം ഒരു ദിവസം ജോലി ചെയ്യുക. ജോലി ചെയ്തിട്ട് അന്ന് പൈസ ചോദിക്കുക. പൈസ ചോദിച്ചിട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക. ആ റെക്കോർഡിംഗ് കേൾപ്പിച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്, ഇപ്പോൾ പൈസ തരുന്നില്ല എന്ന് പറയാം. അങ്ങനെ ആ പൈസ വാങ്ങാനുള്ള വഴി നോക്കുക. പിന്നെ അവിടെ നിൽക്കണ്ട, വേറെ നോക്കുക. കാരണം വെച്ചാൽ അവർ അങ്ങനെ തരാത്തവർ പറ്റിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കാരണം പറയല്ലേ, വേക്കൻസി വളരെ കുറവാണ്, കുറഞ്ഞ വേക്കൻസി ഉള്ളൂ. ഇതിലുള്ള എല്ലാവർക്കും കൂടെ ജോബ് കിട്ടില്ല. അപ്പോൾ എന്ത് വേണം, ആദ്യം നിങ്ങൾക്ക് ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നാൽ, ഞാൻ എപ്പോഴാണ് വീഡിയോസ് വിടുന്നത് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകളിൽ നിന്ന് കളക്ട് ചെയ്യാം. എന്നതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും. മറ്റൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ യൂട്യൂബിൽ തിരയേണ്ടി വരും. തിരയുമ്പോൾ സമയം എടുക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ജോലി കിട്ടും. പിന്നെ ഞാൻ ഇത്രയും പല ആൾക്കാരും പറയുന്നൊരു വാക്കുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് ആൾക്കാർ കമൻറ്റിലിട്ടിരുന്നു, പിന്നെ ഇത്ര സ്പീഡ് കൂട്ടരുത്, സ്പീഡൊന്നും അത് കൂട്ടുന്നില്ല. സാധാരണ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ സ്പീഡ് അത്രേ ഉള്ളൂ. പിന്നെ അത് നീട്ടുമ്പോൾ നമുക്കധികം വേക്കൻസികൾ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 4, 5, 6 വേക്കൻസി ഇടാനേ പറ്റുള്ളൂ. കാരണം ലെങ്ത്ത് കൂടും. ഒരുപാട് നേരം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണും, ബോറടിക്കുകയും ചെയ്യും. അടുത്ത വേക്കൻസി കാണാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടും. കുറഞ്ഞ വേക്കൻസി നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം ഒരു പരിധിയിലേറെപ്പുറം ഇതിൽ ആൾക്കാർ കാണാൻ നിൽക്കില്ലല്ലോ. കാരണം ഒത്തിരി ആകുമ്പോൾ മണിക്കൂർ കണക്കിന് കാണാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പിന്നെ ചിലത് കാണുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. കാണുന്നില്ല എന്ന് പരാതി എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ വന്നത് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം എഴുതി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തിന് വിട്ടാലല്ലേ നിങ്ങൾക്കും ജോലി കിട്ടുള്ളൂ. കാരണം നാളെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് വന്നത് ഇന്ന് തന്നെ വിട്ടാലല്ലേ നിങ്ങൾക്കത് ഇന്നും നാളേറ്റ് കണ്ട് പെട്ടെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം. പെട്ടെന്ന്, കാരണം വന്നതിന് ശേഷം വൈകുന്നേരത്ത് വന്നതോടുകൂടി ഉള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്യാൻ. അതൊക്കെ ഇത്രയും വേക്കൻസികളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രയും നമ്മൾ കഷ്ടപ്പെടുന്നത്. കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വേണ്ടി. കാരണം മറ്റുള്ളതെന്ന് വെച്ചാലും വേറെ ആൾക്കാർക്ക് ജോലി കിട്ടൂലേ, നമ്മുടെ വാട്സപ്പിൽ വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം ആ കാര്യം നിങ്ങളൊന്ന് ഓർക്കുക കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണുന്ന രീതിക്ക് ആക്കാനുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടി, അതായത് കുറച്ച് നീളം കൂടിയ പോസ്റ്റൊക്കെ ആകുമ്പോഴാണ് അത് കട്ട് ചെയ്തിടുമ്പോഴാണ് ചെറുതായിട്ട് കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ വലുതായിട്ട് കാണുന്നത്. ചെറിയ 1, 2 വാക്കുകളൊക്കെ ഉള്ളതാകുമ്പോൾ കട്ട് ചെയ്തെടുത്ത് വലുതാവുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം നല്ല രീതിക്ക് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഇതാണ് സംഭവം, ഞാൻ പറഞ്ഞില്ലേ, ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നീട്ടിയിട്ട് കഴിഞ്ഞാൽ അധികം ഒരുപാട് ലെങ്ത്ത് കൂടും. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ബോറടിക്കും. കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടത് ആ പീസ് മാറാതെ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. കാരണം എന്താ പറയുക, ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വേക്കൻസി ഏതാണ് അടുത്തുള്ളത് നിങ്ങൾക്ക് നോക്കാമല്ലോ. പ്രശ്നമൊന്നുമില്ല. ഒന്നും കൂടി വേണ്ടി അടിച്ചാൽ ഒന്നും കൂടി കാണണമെന്നല്ലേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്പർ എടുക്കാമല്ലോ. അതുകൊണ്ടാണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകം പറയുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയാനുള്ള കാരണം. എന്ത്, ലൈക്ക് ചെയ്ത് കാണുമ്പോൾ കൂടുതൽ നിങ്ങളിലേക്ക് വരാൻ ചാൻസാണ്. അപ്പോൾ അങ്ങനെ ലൈക്ക് ചെയ്ത് കാണുന്നവർക്ക് വരുന്നുണ്ടെന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളതിലും തന്നെ, ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നമ്മളെപ്പോഴും ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെപ്പോഴും നമ്മളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ പിന്നെ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക, ഹോൾ എന്ന ബട്ടൺ അത് ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. അപ്പോൾ ഏതായാലും
ഇന്നത്തെ കണ്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.